ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് ആണ്. ആദ്യത്തെ വാർത്ത, കോമൺ ആയിട്ടുള്ള ഒരു ചാർജർ നല്ലതാണ് എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കുണ്ട്. കാരണം ഇപ്പോൾ വാച്ച് ഉണ്ട്, അതേപോലെ ഇയർബഡുകളുണ്ട്, സ്മാർട്ട് ഫോണുകൾ പലതരമുണ്ട്. ഇതിൽ പലതിനും പല ചാർജർ ആകുമ്പോൾ നമ്മൾ ചാർജറുകൾ തന്നെ ഒരു 3-4 ടൈപ്പ് കീപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. യൂറോപ്യൻ കമ്മീഷൻ വ്യാഴാഴ്ച ഒരു ലെജിസ്ലേറ്റീവ് പ്രൊപ്പോസൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കാര്യം ഇതാണ്, കോമൺ ആയിട്ടുള്ള ചാർജറുകൾ കൊണ്ടുവരിക. അത് ഇയർബഡിനായാലും ശരി, വാച്ചിനായാലും ശരി, അതേപോലെ തന്നെ ഫോണുകൾക്കായാലും ശരി, എല്ലാത്തിനും ഒരു കോമൺ ചാർജർ ജനങ്ങൾക്ക് വളരെ കൺവീനിയന്റ് ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. സോ നമ്മൾ ഈ പറഞ്ഞ ഇഷ്യൂവിന് ഒരു പരിഹാരം വന്നു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ആപ്പിളിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടാവും, കാരണം അവർ ലൈറ്റ്നിങ് കേബിളല്ലേ ഉപയോഗിക്കുന്നത്. ഒരു എക്സെപ്ഷൻ ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ വരുവാണെങ്കിൽ എല്ലാ തരം ഡിവൈസുകൾക്കും ഒറ്റ ചാർജർ കൊണ്ട് നടന്നാൽ മതിയാവും. നമുക്കിനി അങ്ങോട്ട് ഒരൊറ്റ ഫാസ്റ്റ് ചാർജർ വാങ്ങിച്ചാൽ എല്ലാത്തിനും കൂടി. ഇനി അടുത്തൊരു കാര്യം, ഒരു ഫോൺ ലോഞ്ചാണ്. Realme GT Neo ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് താമസിയാത്തിന് എത്തുമെന്ന് പറയുന്നുണ്ട്. 120 ഹെർട്സിന്റെ E4 AMOLED ഡിസ്പ്ലേയും 600 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും 1300 ബ്രൈറ്റ്നസും ഒക്കെ പറയുന്ന ഫോണിൽ 870 സ്നാപ്ഡ്രാഗൺ 870 പ്രോസസർ. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് തന്നെയാണ്. 12 ബീറ്റ അതൊന്നുമല്ല, ആൻഡ്രോയിഡ് 11 ബേസ്ഡ് തന്നെയാണ്. ഇനി അടുത്തൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് Moto Edge 20 Pro ആണ്. Edge 20 Fusion രണ്ടും നമ്മൾ നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. 20 ഫ്യൂഷന്റെ ക്യാമറ അത്ര നല്ലതായിരുന്നില്ല. കളർ ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലെന്നും പറയാൻ വയ്യ, അത്ര നല്ലതായിരുന്നില്ല. ബട്ട് എഡ്ജ് 20യുടെ ക്യാമറ നല്ല ക്യാമറയായിരുന്നു. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലായാലും അതേപോലെ ഔട്ട്ഡോറിലായാലും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. സോ ഒരു എക്സലന്റ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രൈസിന് വർത്തായ സംഭവമായിരുന്നു Edge 20. അതിന്റെ വീഡിയോ ചാനലുണ്ട്, കണ്ടു നോക്കാം. ഇത് പ്രോ ആണ്, അതിന്റെയും കൂടിയ വേരിയന്റ്. 108MP ക്യാമറ ഒക്കെ തന്നെയാണ്. ബട്ട് സ്നാപ്ഡ്രാഗൺ 870 പ്രോസസർ. സോ ഇത്തിരി ബെറ്റർ ആയ ഒരു പ്രോസസറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, Realme UI 2.0 തന്നെ പല ഫോണുകളിലേക്ക് എത്തിയിട്ടില്ല. അതിനിടയിലാണ് 3.0 ചൈനയിൽ അനൗൺസ് ചെയ്യുന്നത്. 3.0 അടുത്ത മാസം തൊട്ട് ചൈനയിൽ ഡിവൈസുകളിലേക്ക് കിട്ടിത്തുടങ്ങും. ഡിവൈസ് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ലീക്കായി വന്നിട്ടുണ്ട്. അടുത്ത മാസം നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ബട്ട് അത് ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും Realme UI 3.0 ഇതിന് നന്നായിട്ടുണ്ട് കാണാൻ. 2.0 പോലെയല്ല. 2.0 എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ബട്ട് 3.0 കുറച്ചും കൂടി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഇമേജുകൾ കാണുമ്പോൾ. നമുക്ക് നോക്കാം. എന്തായാലും Realme UI 3.0 വരികയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ കളർ വോയിസിന്റെ കുറെ നല്ല ഫീച്ചേഴ്സ്, ഓപ്പോയുടെ കളർ വോയിസിന്റെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വരിക എന്നാണ് കേൾക്കുന്നത്. ഓൾറെഡി OnePlusന്റെ ഓക്സിജൻ വോയിസിൽ കളർ വോയിസിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ Realme UIയിലും കളർ വോയിസിന്റെ കുറെ അധികം നല്ല ഫീച്ചേഴ്സ് വരുമെന്നാണ് പറയുന്നത് ഈ Realme UI 3.0 വരുമ്പോൾ. ഇനി അടുത്തൊരു ന്യൂസ്, ഷവോമിയുടെ CIVI എന്ന ഒരു ലൈനപ്പ്, ഒരു ഫോണിന്റെ സീരീസ്. ഇപ്പോൾ പല സീരീസ് ഉണ്ടല്ലോ, Redmi സീരീസ് അല്ലെങ്കിൽ MI സീരീസ് പോലെ ഇത് CIVI സീരീസ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്, എന്തൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്നും ചോദിച്ചേക്കരുത്. കാരണം ഓൾറെഡി മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു ഫോണിന്റെ റീബ്രാൻഡ് ആവാതിരുന്നാൽ അത്രയും നല്ലത്. വലിയ ഹൈപ്പിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഓൾറെഡി മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു MI 11 ലൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒന്നിന്റെ റീബ്രാൻഡ് വെർഷൻ ആയിട്ട് വരുന്ന അവിടെ കോമഡി ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും പുതിയൊരു ലൈനപ്പ് വരുന്നുണ്ട്. വ്യത്യസ്തമായ എന്തെങ്കിലും അവർ കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അടുത്തൊരു കാര്യം, സിം കാർഡുകൾ വീട്ടിലേക്ക് എത്തിച്ചു തരുന്ന സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. DOT, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ, ആ ഒരു നോമൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നമുക്ക് സിം എടുക്കാൻ വേണ്ടി ഇപ്പോൾ കടയിൽ പോകണം, ഫോട്ടോ കൊണ്ടുപോകണം, ആധാർ കാർഡ് കൊണ്ടുപോകണം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇനി അങ്ങോട്ട് വരില്ലെന്നാണ് പറയുന്നത്. എല്ലാം ആധാർ കാർഡിന്റെ ആ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് സിം. അങ്ങനെ അപ്ലൈ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുതരും സിം. സോ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സിം കണക്ഷൻ എടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുമെന്ന സാരം. ഇനി ഓപ്പോയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് പല എഡിഷനുകൾ ഫോണുകൾക്ക് ഇറക്കുക എന്നുള്ളത്. ഇപ്പൊ ദീപാവലി എഡിഷൻ വരുന്നുണ്ട്. ഓപ്പോ F19s, ഓപ്പോ Reno 6 Pro 5G ദീപാവലി എഡിഷൻ 27-നാണ് ഇന്ത്യയിൽ ലോഞ്ച് വെച്ചിരിക്കുന്നത്. സോ കുറച്ച് പുതിയ എഡിഷനുകൾ, പഴയ ഡിവൈസുകളുടെ തന്നെ പുതിയ എഡിഷനുകൾ, കളർ എഡിഷനും ദീപാവലി എഡിഷനും ഒക്കെ ആയിട്ട് പലതരത്തിൽ വരുന്നു. ഈ Reno 6 Proയുടെ ദീപാവലി എഡിഷൻ കൊള്ളാം. നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഞാൻ Reno 6 Pro ആണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ബട്ട് അതിനകത്ത് ഒരു പുതിയ കളർ വേരി നന്നായിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി. ഇനി അടുത്തൊരു കാര്യം, ചിപ്പ് ഷോർട്ടേജ് അത് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ചിപ്പ് ഷോർട്ടേജ് ഉണ്ട്. ഫോൺ മാനുഫാക്ചേഴ്സിനായാലും ശരി, ഓട്ടോമൊബൈൽസ് ഇൻഡസ്ട്രിയിലായാലും ശരി, ചിപ്പ് ഷോർട്ടേജ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പൊ പോയി അത് വന്ന് 4-5 മാസമൊക്കെയാണ് ചിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അതായത് 21 ആഴ്ച എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇത്രയും കാലയളവ് വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി ഹെവി സംഭവമാണ്. സോ ഈ ഒരു ചിപ്പ് ഷോർട്ടേജ് വലിയ സീരിയസ് ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈറ്റ് ഹൗസിൽ അതിന്റെ മീറ്റിംഗ് കാര്യങ്ങളും ആപ്പിളും ഇന്ത്യയിലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് നോക്കാം. ചില എക്സ്പേർട്സ് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഷോർട്ടേജ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ, ഒരു 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് എക്സസീവ്, അതായത് കൂടുതലായി പോകുമെന്നാണ് പറഞ്ഞത്. ചിപ്പുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. അത് കൂടിപ്പോകും. ഉണ്ടാക്കൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ചിപ്പുകൾ വന്നു തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്.
ഇനി അടുത്തൊരു കാര്യം, റെഡ്മിയുടെ ഒരു ടി വി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് റേഞ്ചിൽ. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 15-25 റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഷവമി റെഡ്മി സ്മാർട്ട് ടി വി 32 ഇഞ്ച് 15,999 43 ഇഞ്ച് 25,999 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. mi.com, ആമസോൺ, MI ഹോം സ്റ്റോറുകൾ അല്ല മറ്റ് റീറ്റെയിലേഴ്സിന്റെ എല്ലാ മേഖലകളിലും നമുക്കിത് അവൈലബിൾ ആണ്. 32 ഇഞ്ച് മോഡലിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് അത് HD റെസൊല്യൂഷൻ ആയിരിക്കും. 43 ഇഞ്ച് ആണെങ്കിൽ അത് ഫുൾ HD റെസൊല്യൂഷൻ ആയിരിക്കും. സോ അത് പ്രത്യേകം ഒന്ന് മൈൻഡിൽ വെക്കുക. ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ്രോയിഡ് TV ലെവലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓവറോൾ ഒരു നല്ല സെറ്റപ്പ് ആണ്. ചെറിയ വേരിയന്റ്, കുറഞ്ഞ വേരിയന്റ് മേടിക്കുമ്പോൾ അത് HD ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. HD തന്നെയാണ് ആ റേഞ്ചിൽ കൂടുതലായിട്ടും വരുന്നത്. ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം, വിവോയുടെ X70 ലോഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് 30-ാം തീയതി ആണെന്നാണ് അറിയുന്നത്. ഫൺ ടച്ച് OS 12 ഒക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നല്ല ഫോണാണെന്നാണ് പറയപ്പെടുന്നത്. 40 രൂപ തൊട്ട് അങ്ങോട്ട് 80 രൂപ വരെ ഈ സീരീസിലെ ഫോണുകളുടെ വില വരുന്നുണ്ട്. ഓവറോൾ ആ വിവോ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഗുഡ് സീരീസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇന്നോവേറ്റീവായ പല പുതിയ സംഗതികളും അതിനകത്ത് വരാറുണ്ട്. സോ ഇത്തവണ എന്താണ് അവർ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത്, വാട്സപ്പിൽ ചാറ്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പും മറ്റ് പല ഇഷ്യൂസ് ഒക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു ചാറ്റ് ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു ചാറ്റ് വന്നാൽ ആ ചാറ്റിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ചാറ്റിനെ സ്പെസിഫിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് കമന്റ് വരികയാണെങ്കിൽ ആ കമന്റിനെ പിടിച്ച് അതിനെ മാത്രം റിപ്പോർട്ട് ചെയ്ത് വിടാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിനുള്ള നടപടി എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അക്കൗണ്ട് ബാനാവോ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടിയാണ് അവർ എടുക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ വ്യക്തമല്ല. ബട്ട് എങ്കിലും ഇത്തരത്തിലുള്ള മോശമായ മെസ്സേജുകൾ അല്ലെങ്കിൽ ഫോർവേഡ് മെസ്സേജുകളോ അങ്ങനെ പല തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അനാവശ്യമായതോ ശല്യക്കാരായ മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഗ്രൂപ്പിൽ ഇത് നല്ല യൂസ് ആവാൻ സാധ്യതയുണ്ടല്ലേ, നമുക്ക് നോക്കാം. എന്തായാലും വാട്സപ്പ് കുറെ കൂടി നല്ല ഈ ഫേസ്ബുക്കിലേക്ക് മാറിയതിനു ശേഷം ഒരുപാട് ഇന്നോവേറ്റീവായ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നല്ലത് തന്നെ. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കൂട്ടാം. ബൈ.